സമ്മാനങ്ങളും അനുഗ്രഹങ്ങളും ചൊരിയുന്ന ഈ വേളയിൽ നമുക്കെല്ലാവർക്കും ഒന്നിച്ചു ചേർന്ന് സന്തോഷിക്കാം, ആനന്ദിക്കാം, അതോടൊപ്പം നല്ലോണം ആഘോഷിക്കാം. ആദ്യമായി ഇന്ത്യൻ യൂത്ത് ഓർഗനൈസേഷന്റെ പേരിൽ എല്ലാവർക്കും ക്രിസ്മസ് മംഗളങ്ങൾ ആശംസിക്കുന്നു. Also mit der Familie zusammen zu sein und die Geburt von Jesus zu feiern und auch den Freunden und Geschenken zu zeigen, dass man sie gern hat. Discover Jesus' presence in yourself. ജീസസിന്റെ ബർത്ത് ആഘോഷിക്കുവാനുള്ളതല്ല. അത് ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഹൗ ടു നാ ലേബൽ ചെയ്യുവാനുള്ളതാണ്. Spür war gemacht wurde. So, wir müssen das richtig hautnah erleben. So, എൻ്റെ മെസ്സേജ് ഷാരുവിന് ഞാൻ നൽകിക്കൊണ്ട് അത് ഈ മലയാളം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. Beide Seiten haben wir Paulus in Jesus und das Jesus mit sein anschließt. Bitte schön. അനന്തവിശാലമായ സമുദ്രം പോലെയാണ്. അതിൽ നിന്നുയരുന്ന ഒരിക്കലും അവസാനിക്കാത്ത തിരകളാണ് അവരുടെ സ്നേഹം. നമ്മെ ലാളിച്ചു വളർത്തി വലുതാക്കിയ വാത്സല്യനിധികളായ മാതാപിതാക്കൾക്ക് വേണ്ടി അല്പം പോലും സമയം നീക്കിവെക്കാനില്ലാതെ തിരക്കിട്ട ജീവിതം നയിച്ച് നാം എന്തൊക്കെ നേടിയാലും അത് പൂർണ്ണമാകില്ല. നമുക്ക് ആദ്യ വിദ്യാലയമായ അധ്യാപക അക്ഷരപ്പെടുമ്പോൾ സ്നേഹത്തോടെ നമ്മെ മനുഷ്യനാവാൻ പഠിപ്പിച്ച ആ മാതാപിതാക്കളെ കരുണയുടെയും അളവറ്റ സ്നേഹത്തിൻ്റെയും ഇതിലുകളൊക്കെ കൂടെ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. അഴലിൻ്റെ നിലയിൽ ജീവിത വഴിയിൽ ഒറ്റപ്പെടുന്ന മാതാപിതാക്കൾക്ക് ആശ്രയിക്കുക. പിതൃപുത്ര ബന്ധത്തിൻ്റെ അതിരുകളും അളവുകളും ഇല്ലാതെ സ്നേഹത്തിൻ്റെ പ്രകാശം വീഴുന്നു ഈ പിറവിത്തിൽ നാം. എല്ലാ മാതാപിതാക്കളെയും മനസ്സാന്നിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു. മഴ നിലാവ്. തൊട്ടേ
സമ്പത്ത് കൊണ്ടും ആഠ്യത്വം കൊണ്ടും പേര് കേട്ട ആഞ്ഞിലിമുറ്റം തറവാട് അവരുടെ ഏക മകളാ കൃഷിപ്പണിക്കാരനായ വറീദിന്റെ മകൻ അന്തോണിയേറി പ്രേമിച്ചത്. കഥ കഴിഞ്ഞെന്ന് കരുതിയ അന്ന് അവൻ ഇട്ടിട്ട് പോയത്. പുണ്യാളച്ചന്റെ അനുഗ്രഹം കൊണ്ട 6 മാസം കഴിഞ്ഞ് അന്തോണിച്ചനുണ്ട് എഴുന്നേറ്റത്. പിന്നെ അങ്ങോട്ട് ഒരു തരം വാശിയായിരുന്നു ജീവിതത്തോട്. എല്ലു മുറിയെ ഞാനും അന്നമ്മയും പണിയെടുത്തു. നേടാവുന്നതെല്ലാം നേടി. പുണ്യാളൻ 3 മക്കളെയും തന്നു. പറഞ്ഞിട്ടെന്താ കാര്യം? വയസ്സായ മാതാപിതാക്കളെ നോക്കാൻ ഇപ്പോഴത്തെ പിള്ളേർക്ക് എവിടെയാ നേരം? ഒന്നും കാണാനും കേൾക്കാനും നിൽക്കാതെ എന്റെ അന്നമ്മ പോയി. ഇപ്പോ ഈ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പൊ അടുത്ത ആഴ്ച ക്രിസ്തുമസ് ആയിട്ട് മക്കൾ വരില്ല? മക്കളൊക്കെ വിദേശത്താണെന്ന് നിർവ്വാണം അടിക്കാം. കണ്ടില്ലേ ഈ വീടിന്റെ അവസ്ഥ? എപ്പോ വേണമെങ്കിലും നിലം പൊത്താം. അത് ശരിയാ. അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ജോലി ചെയ്യുന്ന പിള്ളേരുടെ അപ്പൻ വീട് ഇടിഞ്ഞു വീണ് മരിച്ചു എന്ന പത്രവാർത്ത വായിച്ച് നാട്ടുകാർക്ക് ചിരിക്കാം. എന്റെ പുണ്യാള, നിന്നെ ഈ വഴി കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ. നീയല്ലേ എന്റെ സകലങ്ങൾ അറിയുന്നവൻ. നീയല്ലേ എന്റെ ആകെയുള്ള കൂട്ട്. പിന്നെ പുണ്യാളത്തിന് വേറെ വഴിയില്ല. ലോകത്തിൽ ഒറ്റയ്ക്ക് കഴിയുന്ന ഒരേ ഒരാൾ അച്ചായൻ മാത്രമല്ല. മരുന്നിന്റെ സമയമായതോടെ വന്നേ. അതാ ഇപ്പൊ ഈ പിച്ചും പെയ്യും ഒക്കെ പറയണേ. എന്തി ആ ഹോംലേഴ്സ് ആ പുറത്തെവിടെയെങ്കിലും കാണും. ഞാൻ ഇന്ന് ശരിയാക്കാം. അച്ചായന്റെ കാര്യങ്ങൾ നോക്കാനാ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അതൊരു മനുഷ്യ ജീവിയല്ലേ? മുറിക്കകത്തിരുന്ന് ശ്വാസം മുട്ടിക്കാണും. അങ്ങനെ ശ്വാസം മുട്ടുന്നത് വരെ പണിയെടുക്കാനാ 10,000 രൂപ ശമ്പളം കൊടുക്കുന്നത്. എന്നെ സമ്മതിക്കാമായിരുന്നു. ഏത് സത്യം? ഒന്നും അറിയില്ല. ഈ നാട്ടിൽ ആ കുഞ്ഞിന്റെ നീ കൊണ്ട് തമാശ പറയണേ. ഏത് കുഞ്ഞിന്റെ കാര്യം നീ പറയണേ? ഒന്നും അറിയാത്തതാണ്. എനിക്കറിയാം. നാളെല്ലാം നമ്മുടെ ജയന്തി സാറില്ലേ? ജയന്തിയോ? അതേ എന്റെ നാളിലെ ആ കുടുംബത്തോലെ പ്രൊഫസർ ജയന്തി ജിതൻ സാറിനെയും കുറിച്ചാ. അല്ലെങ്കിൽ തന്നെ ഒരു പെണ്ണുകാരനും സർക്കാരിവിടെ എന്തെല്ലാം മുമ്പിലാ പിടിച്ച്. ഇതുവരെ കാണാത്ത മുല്ലപ്പൂ സമരം വരെ നടത്തി. സമരം കഴിഞ്ഞപ്പോ തലസ്ഥാനം മൊത്തം മാറി. അപ്പോഴാ അവന്റെ ജയന്തി. അവന്റെ ഒരു സീരിയല് മനുഷ്യന് വെള്ളം കുടിപ്പിച്ചു. സീരിയല് എന്റെ വീക്കെൻഡ്സ് ആയിട്ടോ. നീ അച്ഛന് മരുന്ന് കൊടുത്തോ? ഇനി ഉറങ്ങാൻ നേരത്ത് മാത്രം കൊടുക്കാൻ കൊടുക്കും. അച്ഛായ, ഞാൻ വീട്ടിലേക്ക് പോവാ. മോളും കൊച്ചുമക്കളും വന്നിട്ടുണ്ട്. നാളെ രാവിലെ വരാം. എടാ, നീ ഞാനാ ഭാഗ്യവാൻ. 3 മക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവർക്ക് അപ്പന് വേണ്ട. ഒക്കെ ശരിയാവുന്നേ. പുണ്യാളങ്ങൾ വഴി കാണിച്ചു തരാതിരിക്കില്ല. സ്വളമാ എപ്പോഴും അച്ചായന്റെ അരികിൽ തന്നെ ഉണ്ടാകണം. അപ്പൊ രാവിലെ കാണാം. ഇനി പുറത്തുള്ളത് മതി. വാ, മുറിയിലേക്ക് പോകാം. നല്ല മഞ്ഞുണ്ട്. നീ പോയിക്കോ. ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്നോളാം. ശരി, കുറച്ച് കഴിഞ്ഞ് വന്നേക്കണേ. ഈ വീട്ടിൽ ഈസ്റ്റർ വന്നാലും ഓണം വന്നാലും ക്രിസ്മസ് വന്നാലും ഞാൻ ഒറ്റയ്ക്കാണ്. ചാവണതിന് മുമ്പ് എന്റെ മക്കളെ ഒരുമിച്ചൊന്ന് കാണാൻ പറ്റുമോ എന്റെ അന്തോണീസ് പുണ്യാളച്ച?
ക്രിസ്മസിന് അവരെ എന്റെ അടുത്ത് എത്തിച്ച അടുത്ത കൊല്ലം പെരുന്നാള് ഞാൻ കഴിച്ചോളാം. ഏടാ അന്തോണി, വഴിപാടുകടം എന്നും പെൻഡിങ്ങിൽ വെക്കുന്ന നീയാണോടാ ഇനിയും നേർച്ച തരുന്നത്? പുണ്യാളൻ, എന്റെ അന്തോണി പുണ്യാളച്ചൻ. അതെ, അശരണർക്കും ആലംബഹീനർക്കും അത്താണിയായവൻ അന്തോണി. എന്തു പറ്റി അന്തോണിച്ച? ഒരു മ്ലാനത മുഖത്ത്. എന്റെ സുഖവും ദുഃഖവും എല്ലാം അറിയുന്ന പുണ്യാളൻ തന്നെ ഇത് പറയണം. ഈ പുണ്യാളൻ എല്ലാവരും തമാശ. പൂപ്പിണങ്ങാതെ അന്തോണിച്ച, കുറച്ചുനാൾ ഞാനങ്ങ് വർത്തിക്കാനായിരുന്നു. എല്ലായിടത്തും ഓടിയെത്തണ്ടയോ? ഈ ലോകം മുഴുവൻ ഒരു നിമിഷം കൊണ്ട് അങ്ങേക്ക് അറിയാൻ കഴിയും. എന്നിട്ടാണ് എന്നോട് ഈ കുറുവടി. അല്ല, അന്തോണിച്ചൻ എന്നെ ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്നു. 10-70 കൊല്ലമായ ബന്ധമല്ലേ നമ്മൾ തമ്മില്. പുണ്യാളൻ എന്റെ അരികിൽ വന്നെന്നും നമ്മൾ സംസാരിച്ചെന്നും പറയുമ്പോ എല്ലാവർക്കും തമാശയാ. എന്റെ പിരി ലൂസായെന്ന അവര് പറയുന്നേ. അവരോട് പോകാൻ പറ. പിന്നെ ആദ്യം ആ പഴയ നേർച്ചക്കടം വിട്ടു, എന്നിട്ടാവാം പുതിയത്. പുണ്യാളൻ അറിയാലോ, വയസ്സായ എന്നെ ഒറ്റയ്ക്കാക്കി മക്കൾ 3 വിദേശത്താ. അപ്പനെ വന്ന് കാണാനോ മിണ്ടാനോ അവർക്ക് നേരമില്ല. 3 കൊല്ലം മുമ്പ് അന്നമ്മയുടെ ആണ്ടിന് വന്നു പോയതാ. മക്കളെ വിദേശത്തേക്ക് തന്നെ ജോലിക്ക് അയക്കരുത്. നിന്റെ സ്വാർത്ഥതയും വാശിയുമായിരുന്നില്ലേ കേരളത്തിലെ സകല കുടുംബങ്ങളിൽ നിന്നും ഇത്തരം പ്രാർത്ഥനകളാണ് എന്നും കേൾക്കുന്നത്. നീയൊക്കെ പറയുമ്പം അങ്ങോട്ടയക്കലും ഇങ്ങോട്ട് കൊണ്ടുവരലുമല്ല എൻ്റെ ജോലി. രണ്ടാം ബാല്യമെന്ന് വിളിക്കുന്ന വാർദ്ധക്യത്തിന്റെ നൊമ്പരം അനുഭവിച്ചാലേ അങ്ങേക്കത് മനസ്സിലാവൂ. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മിക്ക രോഗങ്ങളുടെയും കാരണം അണുക്കളാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. മാതാപിതാക്കളുടെ വാർദ്ധക്യകാലത്തെ അരിഷ്ടാവസ്ഥയ്ക്ക് കാരണം അണു തന്നെയാണ്. അണുകുടുംബം. അതാണ് ഞങ്ങൾ ലേഖനം ഒരുക്കിയത്. ദമ്പതികളോട് ആവശ്യത്തിന് തെറ്റോടാൻ അപ്പോത് പറ്റില്ല. ഞാനിപ്പോ എന്താ വേണ്ടേ? അന്തോണിച്ചൻ പറ. അതെ, ഈ ക്രിസ്മസ് അവധിക്ക് അവരാരും നാട്ടിൽ വരുന്നില്ല. പുണ്യാളൻ കണ്ടില്ലേ ഈ വീടിന്റെ അവസ്ഥ? ഏത് നിമിഷവും നിലംപൊത്താം. ഇത് പുതുക്കി പണിയാനോ നിലനിർത്താനോ എന്റെ മക്കൾക്ക് താല്പര്യമില്ല. ഓഹോ, അപ്പോ അതാണ് കാര്യം. ഒരുവന് ഇത് പൊളിച്ച് റിസോർട്ട് പണിയണം, മറ്റവന് ആശുപത്രി ആക്കണം, മകൾക്കാണെങ്കിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്. എന്റെയും അന്നമ്മയുടെയും വിയർപ്പിന്റെ വീടായി. കാറും കോളും കരിയും പൊടിയും പുരണ്ട ഞങ്ങളുടെ ജീവിതം കരുപ്പിടിപ്പിച്ച വീട്. അപ്പോ ഈ ക്രിസ്മസിന് മക്കളെല്ലാവരും ഇവിടെ എത്തണം. പിന്നെ അവർക്ക് അന്തോണിച്ചനോട് സ്നേഹമുണ്ടോ എന്ന് അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് അറിയണം. അത് അത്രേ ഉള്ളൂ. ഇത് നടത്തി തന്ന അടുത്ത പെരുന്നാള് സത്യമാണ്. അന്തോണി, നീ ആള് മുറ്റ ഒന്നാന്തരം നല്ല തരികട. എൻ്റെ അടുത്ത നിന്റെ പണി. ഓരോ കാര്യം സാധിക്കാൻ നീ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കും. എന്നിട്ട് കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ മറക്കും. ഏതവനാണ് എൻ്റെ പേരിൽ നിനക്കിട്ടത്? നേർച്ചക്കടം വെച്ചിട്ടുള്ള നിന്റെ കളി ഇന്നത്തോടെ നിർത്തിക്കോണം. ഈ പുണ്യാളൻ
പലിശപ്പാപ്പി പറയണ പോലെ പറയാൻ. പുണ്യാളൻ എന്തിനാ പൊന്നും പണവും? നേരത്തെ നേരാൻ ഇൻട്രസ്റ്റാ. അത് കഴിഞ്ഞ് അത് നടത്തണ കാര്യം ഓർക്കുമ്പോ വല്ലാത്ത ഇഷ്ടം. നമ്മൾ ഇന്നലെ ഇന്നൊന്നും തുടങ്ങിയ കമ്മ്യൂണിക്കേഷൻ അല്ലല്ലോ. നിന്നെ പോലെ പല ദരിദ്രന്മാരെ ദിവസേന ഹാൻഡിൽ ചെയ്യുന്നവരാണ് ഞങ്ങൾ. എന്നോടാണോ നിന്റെ കളി? വാക്ക് മാറാൻ പുണ്യാളനും മിടുക്കനാണ്. ഞാനും സാറാമ്മയും തമ്മിലുള്ള പ്രേമം ആദ്യം പറഞ്ഞത് അങ്ങയോടല്ലേ. എല്ലാം കേട്ട് ചിരിച്ച് അനുഗ്രഹിച്ച് കൂടെ ഉണ്ടെന്നും പറഞ്ഞു. എന്നിട്ട് പ്രശ്നമായപ്പോ കൈവിട്ടു. അന്ന് എനിക്ക് മനസ്സിലായി പുണ്യാളന്മാരിലും രാഷ്ട്രീയക്കാരെ പോലത്തെ കാര്യവാരികളുണ്ടെന്ന്. എടാ അന്തോണിയെ, റോസായുടെ കാര്യം പറഞ്ഞ് സിൻഡി അടിച്ച് നീ എന്നെ കൊണ്ട് പലതും നേടി. ഇതും കൂടി ഞാൻ സമ്മതിച്ചു തരാം. പക്ഷേ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം. അതെ, പുണ്യാളൻ എന്ത് പറഞ്ഞാലും ഞാൻ. അപ്പോൾ നമ്മൾ തുടങ്ങുന്നു ഓപ്പറേഷൻ ബാക്ക് ടു ഹോം. ഹലോ, കേൾക്കാമോ? ഹലോ, സാറമ്മളെ, ഞാനാ കാര്യസ്ഥൻ. മോൾ എയർപോർട്ടിൽ എത്തിയല്ലേ? അപ്പൻ്റെ അവസ്ഥ ഇത്തിരി മോശം. അറിയിക്കുന്നവരൊക്കെ അറിയിച്ചോളാൻ ഡോക്ടർ പറഞ്ഞു. സണ്ണിക്കുട്ടിയും സാകുട്ടിയും ഇന്നെത്തും. ശരി ശരി, എയർപോർട്ടിലേക്ക് ഇപ്പോൾ തന്നെ കാറായില്ല. ഓക്കെ ഓക്കെ. അന്തോണിച്ചൻ പറഞ്ഞ മാതിരി മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ പേരിൽ എനിക്കൊരു ദോഷം ഉണ്ടാവരുത്. ഇല്ല, നിനക്ക് യാതൊരു ദോഷവും വരാതെ ഞാൻ നോക്കിക്കോളാം. അപ്പൊ ചാകാൻ പോണെന്ന് കേട്ടപ്പോ ഇല്ലാത്ത സമയം ഉണ്ടാക്കി എന്റെ മക്കളിത് ഓടി വരണ കണ്ടില്ലേ? എന്തായാലും സ്വന്തം ചോരയല്ലേ, അവർക്ക് സ്നേഹമില്ലാതിരിക്കോ? അത് സ്നേഹം കൊണ്ടല്ലടാ, ചത്ത് കഴിഞ്ഞ് എല്ലാം പങ്കിട്ടെടുക്കാനാ. എടാ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. വാ തുറന്ന് കമാന്നൊരു അക്ഷരം ഇല്ലാതെ കേട്ടോടാ. ഞാനിതൊന്നും അറിഞ്ഞിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അച്ഛോ, ഈശോച്ചേട്ടൻ സ്തുതിയായിരിക്കട്ടെ. ബെസ്റ്റ് പുണ്യാളാ, ബെസ്റ്റ്. കാര്യം ശരിയാ. അന്തോണിച്ചൻ എന്റെ ഇടവകയിലെ കുഞ്ഞാണ്. അന്തോണിച്ചന്റെ കൂടെ ഞാനുണ്ട്. പക്ഷേ ഇത് കുറച്ച് കടന്ന കൈയായി പോയി. അവസാനം അച്ഛൻ കാലുമാവോ എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മക്കളെയും മരുമക്കളെയും പേരക്കുട്ടികളെയും എല്ലാം പറ്റിക്കണ പരിപാടിയല്ലേ ഇത്? എന്നൊരു സംശയം. അതോടിച്ച ഇത് പുണ്യാളന് നിരക്കാത്ത പരിപാടിയാ. അച്ഛോ, ആ പുണ്യാളൻ തന്നെ പറഞ്ഞു തന്നത് വഴിയായി. പുണ്യാളനോ? ബെസ്റ്റ് പുണ്യാളാ, ബെസ്റ്റ്. എല്ലാം അച്ഛന് വഴിയേ മനസ്സിലാവും. അച്ഛനൊരാളായി നിന്ന് തന്നാൽ മാത്രം മതി. ശരി, അന്തോണിച്ചന് നന്മ വരുന്ന കാര്യമല്ലേ? ഞാനെന്തിനും റെഡി. ബെസ്റ്റ് അച്ഛോ, ബെസ്റ്റ്. പിന്നെ ഇത് എത്രാമത്തെ തവണയാ ഈ തമിഴത്തേക്ക് അന്ത്യകൂദാശ കൊടുക്കുന്നത്? ബെസ്റ്റ് പുണ്യാളാ, ബെസ്റ്റ്. ഞാൻ അന്ത്യകൂദാശ കൊടുക്കും. അത് കഴിഞ്ഞാൽ ഇത്താമ്മ എഴുന്നേറ്റ് ചായ കുടിക്കും. 2 ദിവസം കഴിഞ്ഞ് രോഗം മൂർച്ഛിച്ചു എന്ന് പറഞ്ഞ് ആള് വരും. വീണ്ടും കൂദാശ കൊടുക്കും. കൂദാശ കൊടുത്ത് ഞാൻ മടുത്തു. ചായ കുടിച്ച് ഇത്താമ്മയും. എന്തായാലും ഇനി കൊടുക്കേണ്ടി വരില്ല. അതെന്താ വല്ല കടുമ്പയും ചെയ്തു? ബെസ്റ്റ് പുണ്യാളാ, ബെസ്റ്റ്. അതെ, അന്ത്യകൂദാശയുടെ ഒരു CD കൊടുത്തു. അച്ഛോ, ആറ്റുമണം പാടിയാണോ അച്ഛൻ എസ്തഫാന്റെ ഫോറിൻകാർ വെഞ്ചരിച്ചത്? വെഞ്ചരിപ്പ് കഴിഞ്ഞ ഉടനെ കാർ ആറ്റിൽ വീണെന്ന് കേട്ടു. അത് ഒരു അബദ്ധം പറ്റിയതാ. സന്ധ്യയ്ക്കാണ് അവർ പുത്തൻ കാറുമായിട്ട് വന്നത്. പെട്ടെന്ന് കാറ്റും മഴയും വന്നു, കറണ്ട് പോയി. തിടുക്കത്തിൽ കപ്പ്യാരെടുത്ത് തന്ന പേജ് മാറിപ്പോയി. കാർ
അതിന് പകരം ബെഞ്ചിരിച്ചത് ബോട്ടിംഗ് ആയിപ്പോയി. അതാ പറ്റിയത്. ബെസ്റ്റ് അച്ചോ, ബെസ്റ്റ്. അച്ഛനത്തേക്ക് അവിടെ മട്ടനും താറാവും വൈനും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ബെസ്റ്റ് പൊടിയാടാ, ബെസ്റ്റ്. നീയാടാ യഥാർത്ഥ കാര്യസ്ഥൻ. എന്താ പോട്ടെ മോനെ കാര്യസ്ഥ? മോഹൻലാലിന്റെ കടുത്ത ആരാധകനാണെന്ന് ഒറ്റ കുഴപ്പമുള്ളൂ. അത് കുഴപ്പമല്ല. കഴിവുള്ളവരെ ആരാധിക്കുന്നത് നല്ലതിന്റെ ലക്ഷണമാണ്. സണ്ണിക്കുട്ടിയും സാക്കുട്ടിയും തനിച്ചോളൂ. തുടങ്ങിക്കോ. എന്താ സംശയം? കണ്ടില്ലേ? മിക്കവാറും ഇന്ന് തന്നെ മരിക്കുന്ന അപ്പൊ അല്ല ഡോക്ടർ, ഓർമ്മ പോയി. പ്രാണിയില്ലാതെ കിടക്കണ കിടപ്പ് കണ്ടില്ലേ? കേളുതാനെ, ഓർമ്മ പോയതിനു മുമ്പ് അപ്പൻ വല്ലതും കേളുതാനോട് പറഞ്ഞ എന്ത്? അല്ല, ഈ പുരയിടവും പറമ്പ് വാങ്ങിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതെല്ലാം അപ്പൻ എന്റെ പേരിൽ എഴുതി വെക്കുന്ന ഉറപ്പാ. എന്റെ പിള്ളേരെ അപ്പന് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെ നീ ഒന്നിച്ച് അമക്കാമെന്ന് വിചാരിക്കണ്ട. ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സമാധാനം നയിക്കാൻ അപ്പനെ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾ തമ്മിൽ തല്ലണ്ട. എല്ലാവർക്കും സ്വീകാര്യമായ തരത്തില അപ്പൻ ചെയ്തു വെച്ചിരിക്കുന്നത്. അതെ, ദീർഘദൂര യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, തൽക്കാലം പോയി കുളിച്ച് പലതും കഴിക്കും. അച്ഛനും അതെ. ഓ, എങ്കിൽ നമുക്ക് ഫാദർ നാരന്റെ ആക്കിക്കൊണ്ട് വരാം. അപ്പന്റെ സുഖം തിരക്കാനല്ല, സ്വത്ത് തിരക്കാനാ മക്കൾക്ക് താല്പര്യം. കണ്ണിന്റെ ഉള്ളിലിരിപ്പ് പുറത്തു വരുന്നത് അല്ലില്ലാതെ വളർത്തി അന്തിമകാലത്ത് അത്താണിയാകാൻ അക്ഷരം പോയി കൊടുത്തു. വലിയ ഉദ്യോഗസ്ഥനായപ്പോ ഇന്നലകളെ ഓർക്കാൻ അവർക്ക് എവിടുന്ന നേരം? മക്കളെ കണ്ടും മാമൂക്കൾ കണ്ടും മോഹിക്കരുതെന്ന് പഴമക്കാർ പറഞ്ഞത് എത്ര ശരിയാ. കാലം മാറി, മക്കളും മാറി. അതുകൊണ്ടല്ലേ നമ്മുടെ നാട്ടിൽ വൃദ്ധസദനം, സ്നേഹസദനം, അങ്ങനെ എത്ര സദനങ്ങൾ നാൾക്ക് നാൾ മുളച്ചു കൊണ്ടുന്നു. കൂട്ടത്തിൽ വിദേശത്ത് നിന്ന് മക്കൾ എത്തുന്നത് വരെ ശവശരീരങ്ങൾ സൂക്ഷിക്കുവാനായിട്ടുള്ള ഐസ് പെട്ടികളും സുലഭം. എന്റെ പൊന്നു മോളായിരിക്കും സാറാക്കുട്ടി. നിന്റെ ഭർത്താവ് ജോൺസൺ അപ്പൊ നിന്റെ കൂടെ അല്ലേ? നീ ഇങ്ങനെ കരയില്ലേ സാറാ? ചെല്ലു, അകത്തേക്ക് അവിടെ ഏട്ടന്മാരുണ്ട്.
അപ്പൊ നിനക്ക് അപ്പന്റെ ഓഹരിയൊന്നും വേണ്ടേ? ഓ, സ്വത്തിനേക്കാൾ പോലെ എനിക്ക് എന്റെ അപ്പന്റെ ജീവനാ. അപ്പൻ ഇതെല്ലാം എനിക്ക് എഴുതി തരുന്നു എത്ര തവണ പറഞ്ഞതാ. എനിക്ക് എന്തിനാ ഇതൊക്കെ? അപ്പ ഞാൻ അടുത്ത് പോയി ഈ വേഷമൊക്കെ ഒന്ന് മാറിയിട്ട് വരട്ടെ. ഓക്കെ. അവനോട് സ്നേഹമുള്ള ഒരാളെങ്കിലും ഉണ്ടല്ലോ അച്ചായന്. ഇതാ പെൺകുട്ടികൾ വേണമെന്ന് പറയാം. അവളെ നിനക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. കാര്യത്തോട് അടുക്കുമ്പോ അറിയാം അവളുടെ തനി കോണം. അപ്പൻ എപ്പോ കൂതാശ കൊടുക്കുമെന്ന് അറിഞ്ഞാൽ മതി അവർക്ക്. ഹോ, അന്തോണിച്ച ഇങ്ങനെയുണ്ടോ മക്കള്? താൻ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും കരുതിയില്ല. വളരുന്ന മക്കളല്ല, മുതിർന്ന മക്കളാ പലപ്പോഴും മാതാപിതാക്കന്മാരുടെ കാരണന്മാരാകുന്നത്. ശരി, ഞാനിതാ വരുന്നു. ആ കപ്പ്യാര് ചായക്കടയിൽ നിന്ന് ചീട്ട് കളിക്കുന്നുണ്ടാവും. അവനോട് വെഞ്ചിരിപ്പിന്റെ സാധനങ്ങൾ എടുത്തു വെക്കാൻ പറ. സിറ്റുവേഷന് പറ്റിയ മണിയടി. അച്ഛന് ഇതല്ലാതെ വേറെ ഒന്നും കിട്ടിയില്ലേ ഈ ഫോണിൽ അടുപ്പിക്കാൻ? എന്റെ പ്രസംഗം കഴിഞ്ഞിട്ടില്ലേ നീ എന്റെ പള്ളിക്കകത്ത് കയറത്തുള്ളൂ. എനിക്ക് പറയാനുള്ളത് മുഴുവൻ ആ റിംഗ്ടോണിലുണ്ട്. എന്നെ ആവശ്യത്തിന് വിളിക്കുന്നവന് ഇത് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പോയിട്ട് വൈകിട്ട് വരാം. അപ്പോ അന്ത്യകൂദാശ തരാം. എന്താ അന്തോണിച്ച? ഈ അന്തോണിച്ചൻ ആരാണെന്ന് ഇന്ന് മക്കളറിയും. വേദനിക്കുന്നവനായ എന്റെ ചാരൻ, സ്നേഹസ്വരൂപനായ പുണ്യാളച്ചൻ കൂടെ ഉണ്ടച്ചോ. മതി, ഇനി നിങ്ങളുടെ സേവനം മതി. രണ്ടും കൂടി അപ്പനെ വിളിപ്പിച്ച് ചികിത്സിപ്പിച്ച് ഈ പരുവത്തിലാക്കി ഞങ്ങൾക്ക് അറിയാൻ ഞങ്ങളുടെ അപ്പനെ നോക്കാം. എന്താ ചേട്ടൻ പറഞ്ഞതാ ശരി. ഇനി ഞങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമില്ല. എന്തെടുക്കാനെന്ന് വെച്ചാൽ എടുത്തിട്ട് സ്ഥലം കാര്യമായിരുന്നു. എല്ലാം ആവശ്യം വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ചെറുപ്പത്തില് ഈ കേളുനായര് മക്കളുടെ അപ്പനൊപ്പം കൂടിയതാണ്. അന്തോണിച്ചന്റെ സുഖത്തിലും ദുഃഖത്തിലും കൂടെ നിന്നവനാണ്. നിങ്ങൾ എനിക്ക് സ്വന്തം മക്കളെ പോലെയാണ് മക്കളെ. സനക്കുട്ടി, എന്റെ ഈ ചുമലിൽ കിടന്നാല് കുട്ടിയായിരിക്കുമ്പോ നീ ഉറങ്ങും. സാൻകുട്ടി, ഞാൻ പറഞ്ഞു തന്ന കഥകൾ കേട്ട് നീ ഉണ്ണും. നിങ്ങൾക്ക് ഈ വീട്ടിൽ നിന്ന് കേടുനായരെ ഇറക്കി വിടാൻ പറ്റും. എന്റെ അന്തോണിച്ചന്റെ മനസ്സിൽ നിന്നും എന്നെ ഇറക്കി വിടാൻ നിങ്ങൾക്ക് പറ്റുമോ? ഈ കേടുനായർക്ക് അത് മതി, അത് മതി. അയാൾ മുടിഞ്ഞ ഒരു സെന്റിമെന്റ്സ്. ഈ കാലത്ത് ആർക്ക് വേണം ഇതൊക്കെ? നിന്നോട് കൂടി പറഞ്ഞത് ഇപ്പൊ അറിയിക്കോണമെന്ന്. മാതാപിതാക്കളെ പ്രസംഗത്തിലാക്കി ഇന്റർനെറ്റിലൂടെ വിശേഷങ്ങൾ കേട്ട് ബ്ലോഗിൽ കഥ എഴുതുന്നവരുടെ ലോകത്ത് ജീവിക്കുന്ന നിങ്ങൾക്കായിരിക്കും ഒരപ്പന്റെ വേദന. എനിക്കും അപ്പനും അമ്മയും വീട്ടുകാരും കുറച്ച് ദാരിദ്ര്യമുണ്ടെന്നേ ഉള്ളൂ. എന്റെ സ്വന്തം മക്കളെ പോലെ ഞാൻ ആന്തോളിച്ച് ശുശ്രൂഷിച്ചത്. പക്ഷെ നിങ്ങൾ മക്കൾ കൊടുക്കുന്നതിന് സ്നേഹവും വാത്സല്യവും ഞാൻ കൊടുത്തിരുന്നു. അത് നിങ്ങളുടെ പണത്തിന്റെ തൂക്കമനുസരിച്ചല്ല.
ഒരു മകന്റെ സ്ഥാനത്ത് നിന്ന് ഞാനത് ചെയ്തത്. അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഒരു കോണി ഈ സോളമന് എന്നും ഇടമുണ്ടായി. എനിക്കത് മാത്രം മതി. ഓ, അങ്ങനെ ആ ശല്യോട് അച്ഛൻ പറഞ്ഞു കേട്ടില്ലേ, ഏറിയ ഒരു ദിവസം ഇതിനുള്ളില് അപ്പന്റെ കഥ ഇതിനെ എത്രയും പെട്ടെന്ന് എല്ലാം പിടിച്ചു വന്നാൽ നോക്കണം കേട്ടോ. അത് ശരിയാ. ഈ അവസ്ഥയിൽ അപ്പനെ രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമില്ല. അപ്പൊ നമ്മളെന്ത് ചെയ്യും? അതിനൊക്കെ വഴിയുണ്ട്. വക്കീലിനെ കൊണ്ട് ആദ്യം പ്രമാണങ്ങൾ തയ്യാറാക്കും. എന്നിട്ട് രജിസ്ട്രാർ നമുക്ക് ഇങ്ങോട്ട് വരുത്താം. മരിക്കുന്നതിന് മുമ്പ് മുദ്രപത്രത്തിൽ അപ്പന്റെ വിരലുടെ ആത്മഹത്യ. അതിനുള്ള പണി എത്ര പെട്ടെന്ന് നോക്കും. ശ്വാസം വലിച്ചു കിടക്കാൻ എന്റെ അപ്പനെ സമാധാനമായി മരിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലേ? ഇത് ഞാൻ എല്ലാവരും അറിയിക്കും. നോക്കിക്കോ. എങ്കിലേ എനിക്ക് കിട്ടണം 3-1. അപ്പോ നീ ഇത്രയും നാളും പറഞ്ഞതും പ്രവർത്തിച്ചതും എല്ലാം അപ്പനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല അല്ലേ? നിന്റെ കണ്ണ് സ്വർഗത്തിൽ തന്നെ ആയിരുന്നു. അപ്പനോടില്ലാത്ത സ്നേഹം കാണിച്ചത് എന്റെ പേരിൽ എല്ലാം വേണ്ടിയിരിക്കുന്നു കരുതിയ അതുകൊണ്ടാണ്. ഇനിയിപ്പോ ചാവാൻ പോണ അപ്പനേക്കാൾ എനിക്ക് വലുത് അപ്പന്റെ സ്വത്ത് തന്നെയാണ്. നീ കൊടുവാ. ഞങ്ങൾ ചില പദ്ധതികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം വിശദമായിട്ട് നിന്നോട് പറയാം. പിന്നെ കൂടെ നിന്നോണം. എന്റെ പുണ്യാളച്ച കണ്ടില്ലേ എന്റെ മകളുടെ സ്നേഹം. എന്റെ കാലശേഷം ഇത് അവർക്കുള്ളത് തന്നെയാ. അവരുടെ സ്വത്തിനോടുള്ള ആർത്തി മാറ്റി സ്നേഹത്തിന്റെ വില നീ അവർക്ക് മനസ്സിലാക്കി കൊടുക്കും. ഞാൻ വിചാരിച്ചതിലും വിളഞ്ഞ കുട്ടികളാണല്ലോടാ എൻ്റെ മക്കൾ. ഇന്ന് ലോകത്തിൽ സ്നേഹത്തിനും സ്നേഹബന്ധങ്ങൾക്കും യാതൊരു വിലയുമില്ല. എല്ലാവരും തമ്മിൽ മത്സരവും തനിക്ക് താൻ മാത്രം മതിയെന്ന സ്വാർത്ഥതയും. ഓരോരുത്തരും എല്ലാവരും ഓരോരുത്തരും എന്നത് കാലത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് ശിഥിലമായിരിക്കുന്നു. ബന്ധങ്ങളുടെ വില എന്താണെന്ന് ഇന്ന് ഞാൻ അതിനെ പഠിപ്പിക്കും. ഇത്തിരി കടുത്ത പ്രയോഗം തന്നെ വേണ്ടി വരും. പിന്നെ നീ എന്നോട് പരാതി പറയുന്നു. എന്നിട്ടിപ്പോ ഹോസ്പിറ്റലിലോ ഐസിയിലോ? എന്റെ മോനെ കർത്താവേ, എന്റെ മോനിന് എന്ത് പറ്റി? കല്യാണം കഴിഞ്ഞ് 10 വർഷം കാത്തിട്ട് കിട്ടിയ നിധിയായില്ല. അവന് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത് തന്നെ. അവന് എന്തെങ്കിലും സംഭവിച്ച കർത്താവേ, പിന്നെ ഈ തല്ലിക്കുട്ടി ജീവിച്ചിരിക്കില്ല. ചേട്ടാ, എന്റെ ദീപമോൻ കാണാനില്ലെന്ന് അന്വേഷിക്കുന്നവരോട് ബാക്കിയില്ലെന്ന്. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇപ്പൊ തന്നെ തിരിച്ചു പോവാ. എന്തായിരുന്നു പെട്ടെന്ന് സംഭവിക്കാൻ? ചേട്ടനെന്താ ഉദ്ദേശിക്കുന്നേ? വേറെ ഒന്നുമല്ലാട്ടോ, നമ്മുടെ അപ്പനോട് കാണിച്ച കണ്ണീർ ചോരയില്ലാത്ത പ്രവൃത്തികളുടെ ഫലമായത്. അതിന്റെ ശിക്ഷയായത്. ശരിയാ, ഒരപ്പനോട്
ചെയ്യുന്നു കർത്താവേ. ഇത്തിരി സ്നേഹം പോലും ഈ മോനിക്കാരാൻ പറ്റില്ലല്ലോ. ഒരു നല്ല ആശ്വാസമായിട്ട് പോലും ഞാൻ പറഞ്ഞിട്ടില്ലപ്പാ. വിളിക്കുമ്പോഴൊക്കെ സ്വത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴും പെടുത്തിട്ടേ ഉള്ളൂ. ഈ പാവമൊക്കെ എന്നപ്പാ ഞാൻ എവിടെ കൂടെ കളയും. മക്കളെ, അപ്പനല്ലോ ഇല്ല മക്കളാണ് ഞങ്ങൾ തെറ്റുപറ്റിപ്പോയി. നിങ്ങളുടെ മക്കൾക്ക് ഓരോന്നും സംഭവിച്ചപ്പോ നിങ്ങളുടെ നെയ്യ് വിടഞ്ഞു. മാതാപിതാക്കളുടെ വേദന നിങ്ങളറിഞ്ഞു. അതുപോലെയാ നിങ്ങളെ ഓർത്തും ഈ അപ്പന്റെ നെയ്യും പിടഞ്ഞത് മക്കളെ. ശരിയാ, ഒരു അപ്പന്റെ വേദന എന്താണെന്ന് ഞങ്ങൾ ശരിക്കും മനസ്സിലാക്കി. അപ്പൻ ഞങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് വൈകിയാണെങ്കിലും ഞങ്ങൾ തിരിച്ചറിഞ്ഞു. പക്ഷേ ഞങ്ങൾ വൈകിപ്പോയി. അപ്പനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ അപ്പനെ എന്നും ഞങ്ങളോട് ഉണ്ടാകണം. അതിന് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ചികിത്സ അപ്പനെ ഞങ്ങൾ തരപ്പെടുത്തി. അതിന് അപ്പന് അസുഖമൊന്നുമില്ല മക്കളെ. നേരോ? ബെസ്റ്റ് പുതിയട ബെസ്റ്റ്. സ്നേഹത്തിന്റെയും അനുഭവത്തിന്റെയും അന്തരീക്ഷം കുടികൊള്ളുന്ന ഒരു ആനന്ദ മന്ദിരമാണ് കുടുംബമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാനും മക്കളെ ഒരു പാഠം പഠിപ്പിക്കുവാനും അന്തോണിച്ചൻ കഴിച്ച ഒരു ട്രിക്കായത്. എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. ജീവിപ്പിച്ച അപ്പനമ്മമാരെ മനസ്സ് വേദനിപ്പിച്ച് ഏത് മണിമാളികയിൽ താമസിച്ചാലും വിദേശവാസം നയിച്ചാലും അതൊന്നും ഒരു ജീവിതമല്ല. അപ്പനും അമ്മയും മക്കളും സഹോദരങ്ങളും പേരക്കാരും എല്ലാം അടങ്ങിയതാണ് കുടുംബം. അതാണ് ജീവിതം, അതാണ് കടമ. ഇന്നില്ലാത്തതും അതാണ്. അതാണ് നമ്മുടെ ഈ സമൂഹത്തിൽ തീരാ ശാപം. ഇപ്പോ നിങ്ങൾ മനുഷ്യരായി, മക്കളായി. ഇനി എന്റെ വീടും സ്വത്തും നിങ്ങൾക്ക് ഭാഗിച്ചെടുക്കാം. വേണ്ട, ഞങ്ങൾക്ക് വേണ്ട. ഇത് ഞങ്ങളുടെ വീട്, അപ്പന്റെയും അമ്മയുടെയും ഗന്ധമറങ്ങുന്ന ഞങ്ങളുടെ സ്വന്തം തറവാണ്. ഇത് ഞങ്ങൾ 3 പേരും കൂടി പുതുക്കി പണിയുന്നു. ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യമായി ഒരു സ്മാരകമായി ഈ വീട് ഇവിടെ എന്നും ഉണ്ടാകും. അങ്ങനെ വേണം മക്കളെ. വെറുപ്പും വിദ്വേഷവും അനീതിയും അക്രമവും സ്വാർത്ഥതയും ദുർമോഹവും മനുഷ്യനെ മനുഷ്യത്വത്തിൽ നിന്നും വേർപെടുത്തുമ്പോൾ സൗഖ്യത്തിനും സമാധാനത്തിനും ആവശ്യമായ ജീവിത മൂല്യങ്ങൾ ആർജിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന ക്രിസ്തുമസ് ഗാനങ്ങളും മേളങ്ങളും സമ്മാനങ്ങളും അലങ്കാരങ്ങളുമായി സന്തോഷവും സമാധാനവും ലോകമെങ്ങും പരത്തുന്ന ഈ വേളയിൽ നമുക്കും ആഘോഷിക്കാം. എന്തോടിച്ച ആ പഴയ ചവിട്ട് നാടകത്തിന്റെ ശീലൊന്ന് ചൊല്ലിയേ. ബെസ്റ്റ് അച്ചോ, ബെസ്റ്റ്. ഒത്തുചേരലിന്റെയും നയന മനോഹര മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്ന സംഗമവേദിയായി ഈ വേദി വീണ്ടും ഉണരുകയായി.
അന്നത്തെ ആ മുൻഗാമികളെ ഇന്നത്തെ പിൻഗാമികളിൽ പലരും പരസ്പരം അറിയുകയില്ല. അറിയുവാനും അറിയിക്കുവാനും എല്ലാവരെയും ഒന്ന് കൂട്ടിയിണക്കി ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുവാനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു സംഗമവേദി ഇവിടെ ആവിഷ്കരിച്ചത്.
പോലെ പവിത്രതയുമായി ലോകത്തിൽ അവതരിച്ച ആ വലിയ വിജയം നമുക്ക് മുൻപിൽ വെച്ച് നീക്കിയത് സുജാത മാതൃകയായിരുന്നു. ആഘോഷങ്ങൾ ആവശ്യകതയുടെ ആദിർഭാരമ്പുകൾ പേരിക്കുമ്പോൾ എളിമയുടെ വ്യക്താക്കളായി നാം മാറിയിരിക്കുന്നു. ക്രിസ്മസ് ചരിത്രത്തിൽ നമുക്കൊരിക്കലും ഒഴിച്ചു നിർത്താനാവാത്തവരാണ് ആട്ടിടയന്മാർ. ഹൃദയ വിശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. കാപട്യം നിറഞ്ഞ ലോകത്തിൽ കൺമുമ്പിലെ കാഴ്ചകളെ പോലും വിശ്വസിക്കാനാവാത്ത മനുഷ്യൻ പകച്ചു നിൽക്കുമ്പോൾ ദിവ്യപ്രകാശം ദർശിച്ച ആട്ടിടയന്മാരെ പോലെ ഹൃദയത്തിന്റെ കോണിൽ അല്പമെങ്കിലും വിശുദ്ധി കാത്തു സൂക്ഷിച്ച് അത് സമൂഹത്തിലേക്ക് പകർന്നു നൽകാൻ നമുക്ക് ശ്രമിക്കാം. Oh,
നിനക്കെന്നെ ഓർമ്മയുണ്ടോടി? 10-15 കൊല്ലം മുമ്പ് മലയാറ്റൂർ പള്ളി പെരുന്നാളിൽ നിന്ന് ഉപേക്ഷിച്ചു പോയ നിന്നെ കെട്ടിയ മാതൃകുട്ടിയാണ് ഞാൻ. മാലാഖമാരുടെ ഭാഷയറിഞ്ഞാൽ മാലാഖമാരൊത്തു ജീവിച്ചാലും മാനവരാജ്യത്തിൽ ആരൊളി കണ്ടാൽ വേദമില്ലെങ്കിൽ അതൊക്കെ ശൂന്യം. മാലാഖമാരുടെ ഭാഷയറിഞ്ഞാൽ മാലാഖമാരൊത്തു ജീവിച്ചാലും മാനവരാജ്യത്തെ ആരൊളി കണ്ടാൽ വേദമില്ലെങ്കിൽ അതൊക്കെ ശൂന്യം. जिससे करती हूँ मिन्नतें बार बार।
Thank you.
നന്ദി അറിയിക്കുന്നു.